السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله وحده، والصلاة والسلام على من لا نبي بعده. ബഹുമാനിയരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തുൽ ഖലം 22-ാമത്തെ ആയത്ത് വരെ നമ്മൾ അതിൻ്റെ പഠനം, തജ്വീദ് പഠനം, പാരായണ ശൈലി, അതിൻ്റെ പഠനം, ഈണം, മനപ്പാഠം, ഇപ്രകാരമുള്ള എല്ലാ പഠനങ്ങളും നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം 22 വരെ, 1 മുതൽ 22 വരെ ഒരു പ്രാവശ്യം പാരായണം ചെയ്തുള്ള പാഠവും ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി പാഠം പഠിക്കാവുന്നതാണ്. പാഠം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين. وغدوا على حرد قادرين. فانطلقوا وهم يتخافتون ഫായിൽ നിന്നും നേരെ സുക്കൂനുള്ള ആ നൂനിലോട്ട് വരണം. ഇടയ്ക്കൊരു അലിഫുണ്ട്, ഉച്ചരിക്കരുത്. അലിഫും ഉച്ചരിക്കരുത്, ഫാ എന്ന് നീട്ടുകയും അരുത്. ഫായിൽ നിന്നും നേരെ സുക്കൂനുള്ള നൂനിലേക്ക്. ആ നൂൻ ഉച്ചരിക്കാനും പാടില്ല. ഫായിൽ നിന്നും നേരെ നൂനിലോട്ടല്ല, പായിലേക്കാണ്. അതായത് ആ നൂൻ ഉച്ചരിക്കില്ല, ആ നൂനിനെ മൂക്കിൽ മറച്ചു മണിക്കും, ഇഖ്ഫാ ചെയ്യും. ഈ കാണുന്ന സുക്കൂനുള്ള നൂൻ ഇഖ്ഫാ ചെയ്ത് ഉച്ചരിക്കില്ല. ഫൻ ത്വലഖൂ എന്ന് ഉച്ചരിക്കില്ല. ആ നൂനിനെ മൂക്കിൽ മറച്ചു മണിച്ചുകൊണ്ട് വേണം ഉച്ചരിക്കാൻ. കാരണം ഇഖ്ഫാഇൻ്റെ നിയമമാണ്. ശേഷം ത്വ എന്ന അക്ഷരം വന്നു എന്നതുകൊണ്ടാണ് അവിടെ അപ്രകാരം പാരായണം ചെയ്യുന്നത്. അപ്പോൾ ഫായിൽ നിന്നും നേരെ ത്വയിലോട്ടാണ്. നൂൻ്റെ ഉച്ചാരണം വരുന്നില്ല, നൂൻ മൂക്കിൽ മറച്ചു മണിക്കുകയാണ്. മുഴപ്പിച്ചുച്ചരിക്കുന്ന ത്വ. പിന്നെ ഖാഫ്. വഹും يتخافتون. ശരിക്കും അത് ഓർമ്മയിലുണ്ടായിരിക്കണം. ഖ എന്ന ഉച്ചാരണം വരണം. ഇല്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ല എങ്കിൽ അതില്ലെങ്കിൽ ഖായുടെ വ്യക്തമായ ഉച്ചാരണമില്ലാതെ ഓതി അങ്ങ് പോകും. അത് പാടില്ല. ഖ മുഴപ്പിച്ചുച്ചരിക്കണം. وهم يتخافتون.
ألا يدخلنها اليوم. അല്ല, സുക്കൂനുള്ള നൂൻ ഉച്ചരിക്കില്ല. ശേഷം വന്നിരിക്കുന്നത് ലാമാണ്. ലാം തഷ്ദീദ് ഷദ്ദുള്ളത്. അപ്പോൾ ഹംസയിൽ നിന്നും നേരെ ലാമിലോട്ട് ചാടും. ലാമിനെ കട്ടിയാക്കുക, മണിക്കാൻ പാടില്ല. ഇടയിലുള്ള നൂനിനെ ഉച്ചരിക്കാനും പാടില്ല. അല്ല, യദ് ദാൽ ഖൽഖല യദ്ഖുലന്നഹൽ ഖാ. അല്ലാ യദ്ഖുലൻ, നൂൻ കട്ടിയാക്കുകയും മണിക്കുകയും വേണം. അല്ലാ യദ്ഖുലന്നഹൽ ഹാ. തൊണ്ടയുടെ താഴ്ഭാഗം നെഞ്ചിനോട് ചേർന്ന ഭാഗത്ത് നിന്നും ഹായിൽ നിന്നും നേരെ ലാമിലോട്ട്, ഇടയിലുള്ള ഹായ് നീട്ടാനോ ഈ അലിഫ് ഉച്ചരിക്കാനോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ യൗ വാവ് സുക്കൂൻ, ആ വാവിനെ കട്ടിയാക്കാനോ മണിക്കാനോ പാടില്ല, നീട്ടാനോ പാടില്ല. പെട്ടെന്ന് ഓതി പോകണം. അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ. അലൈ ഐൻ തൊണ്ടയുടെ നടുക്ക് നിന്നും അലൈ യാ സുക്കൂൻ, അവിടെ യായ കട്ടിയാക്കരുത്, നീട്ടരുത്. അലൈ എന്ന് കട്ടിയാക്കുകയോ അലൈ എന്ന് നീട്ടുകയോ അരുത്. പെട്ടെന്ന് അലൈക്കും മിസ്കീൻ. ഈ മീമിനെ ഈ മീമുമായിട്ട് കൂട്ടിച്ചേർത്ത് മണിച്ച് വേണം ഉച്ചരിക്കാൻ, കട്ടിയാക്കിക്കൊണ്ട്. അലൈക്കും മിസ്കീൻ. അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ. وغدوا غين فتحة غا. وغدوا واو സുക്കൂൻ. വഗദൗ, വാവിനെ കട്ടിയാക്കരുത്, നീട്ടുകയും ചെയ്യരുത്. വഗദൗ എന്നോ ആവരുത്. വഗദൗ പെട്ടെന്ന് ഓതിപ്പോകണം. വഗദൗ അലാ ഹർ, റ മുഴപ്പിക്കണം. അവിടെ ഈ കാണുന്ന തൻവീനിനെ ഉച്ചരിക്കരുത്, മൂക്കിൽ മറിച്ചു മണിക്കണം. കാരണം തൻവീനിന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം ഖാഫാണ്, അതുകൊണ്ടാണ്. وغدوا على حرد قادرين. وغدوا غين തൊണ്ടയുടെ മുകൾ ഭാഗം, വായോട് ചേർന്നുള്ള ഭാഗം. وغدوا على حرد قادرين. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാവിന് തഷ്ദീദുണ്ട്, വാവിന് ഷദ്ദുണ്ട്, അപ്പോൾ ചിലർ ചിന്തിച്ചെന്ന് വരാം, അപ്പോൾ വാവിനെ കട്ടിയായിട്ട് ഉച്ചരിക്കണം, വഗദൗ എന്ന് ചിലപ്പോൾ ഉച്ചരിച്ചെന്ന് വരും. അങ്ങനെയല്ല, അത് കൂട്ടി അതിൻ്റെ മുന്നിലുള്ള ആയത്തുമായിട്ട് അതിൻ്റെ പിന്നിലുള്ള ആയത്തുമായിട്ട് അതിനെ കൂട്ടി ഓതുമ്പോഴാണ് അവിടെ വാവ് മണിക്കപ്പെടുന്നത്. ഉദാഹരണം, അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീനും വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ. അപ്രകാരം ഓതുമ്പോഴാണ് ഇവിടെ വാവിനെ കട്ടിയാക്കേണ്ടത്, മണിക്കേണ്ടത്. ഇല്ലെങ്കിൽ സാധാ രീതിയിൽ വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ. ഇന്ന് 3 ആയത്തുകളാണ് നമ്മുടെ പാഠം, 23, 24, 25. ഇനി പാഠം ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فانطلقوا
انطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين. അല്ലാഹ് ജല്ല ജലാലുഹു നല്ല രീതിയിൽ പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.